ഇത്തവണത്തെ IPL റീടെൻഷൻ്റെ റിലീസിൻ്റെ ഒക്കെ വിവരങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. വളരെ നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയ റീടെൻഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ റിങ്കു സിംഗിൻ്റെ തന്നെയാണ്. കാരണം 55 ലക്ഷത്തിൽ നിന്ന് ഒറ്റയടിക്ക് 13 കോടിയിലേക്ക് ഉയരുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, വളരെ വലിയൊരു ഹൈക്ക് തന്നെയാണ്. പക്ഷെ ആ വലിയ ഹൈക്ക് റിങ്കുവിന് വന്നതിനകത്ത് വളരെയധികം ഞാൻ സന്തോഷവാനാണ്. കാരണം റിങ്കുവിന് 55 ലക്ഷമാണ് കഴിഞ്ഞ സീസണിലൊക്കെ കിട്ടിയത്. അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം. അവിടെ നിന്ന് ഇത്രയും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള പെർഫോമൻസ് നടത്തിയ റിങ്കുവിന് അർഹിക്കുന്ന ഒരു എമൗണ്ട് KKR നൽകി എന്ന കാര്യത്തിൽ വളരെയധികം സന്തോഷവാനാണ് ഞാനും. പേഴ്സണലി ഞാൻ മാത്രമല്ല, എല്ലാവരും സന്തോഷവാന്മാരായിരിക്കും. കാരണം അത്രമാത്രം റിങ്കു സിംഗ് അനുഭവിച്ചിട്ടുണ്ട് ഒരു പ്രൊഫഷണൽ ക്രിക്കറ്ററായി IPL തൻ്റെ ആ ഒരു വരവറിയിക്കാൻ വേണ്ടിയിട്ട്. കാരണം അഭിഷേക് നായർ ഒരുപാട് ഹെൽപ്പ് റിങ്കുവിനെ ചെയ്തിട്ടുണ്ട്. റിങ്കു ഇടയ്ക്ക് സ്വീപ്പിംഗ് ജോബൊക്കെ കഴിഞ്ഞിട്ട് വന്ന് KKRൻ്റെ ക്യാമ്പിലിരുന്ന് പതിയെ ട്രെയിൻ ചെയ്ത് സെറ്റായി വന്നതാണ്. ഇനി ഒരു അവസരം ഒരിക്കലും കിട്ടില്ല എന്ന് വിശ്വസിച്ച സാഹചര്യത്തിലാണ് അഭിഷേക് നായർ വിശ്വസിച്ച് റിങ്കുവിന് അവസരം നൽകിയതും റിങ്കുവിൻ്റെ എക്സ്പ്ലോസീവ് ബാറ്റിംഗ് കണ്ടതും. പിന്നീട് റിങ്കു ഒരു അവിഭാജ്യ ഘടകമായി മാറുകയും ചെയ്തു. ഏതായാലും ഉത്തർപ്രദേശിലെ മുസഫർപൂറിൽ നിന്നും വളരെ ദരിദ്രമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്നും ആദ്യം 55 ലക്ഷം, പിന്നീട് അത് 13 കോടിയിലേക്ക് ഉയരുന്ന തരത്തിലേക്ക് റിങ്കു വരുമ്പോൾ വളരെയധികം സാറ്റിസ്ഫൈങ് ആണ് ഓരോ ക്രിക്കറ്റ് പ്രേമിയും ഇന്ത്യയിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ 13 കോടിയൊന്നും ആയിരിക്കത്തില്ല റിങ്കുവിന് കിട്ടാൻ പോകുന്നത്. അണ്ടർ ദ ടേബിൾ ഇനിയും കുറേ എമൗണ്ട് കിട്ടും. ഇപ്പം RCB ചെയ്ത തന്നെ കണ്ടില്ലേ, 18 കോടിക്ക് നിലനിർത്താൻ പറ്റുമായിരുന്നിട്ട് പോലും കോഹ്ലിക്ക് 3 കോടിയുടെ കൂട്ടി 21 കോടിയാണ് കൊടുത്തത്. അണ്ടർ ദ ടേബിൾ എന്തായാലും ക്യാഷ് കുറേ കൊടുക്കും. പക്ഷേ കോഹ്ലിക്ക് അങ്ങനെ കൊടുക്കേണ്ട ഒരു കാര്യം ഇല്ലായിരുന്നു. ഡുപ്ലസി നിലനിർത്തിയിട്ടില്ല, കോഹ്ലിയെ ക്യാപ്റ്റനാക്കിയിട്ടുണ്ട്, യശ് ദയെല്ലാം നിലനിർത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ആരൊക്കെയൊക്കെ കാണിക്കാമെന്ന് പറയാം. പക്ഷേ മുംബൈ കാര്യങ്ങൾ വളരെ വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. മുംബൈ വളരെ കിഡിലുമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇത്തിരി മുംബൈയുടെ കാര്യത്തിൽ എക്സൈറ്റ്മെൻറ്റ് നൽകുന്നുണ്ട്. നമുക്ക് വിശദമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതാണ്. നാളേക്ക് ആവട്ടെ.